ഹായ്. ഈ കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് എന്താ അറിയോ, ഈ ഫാത്തിയുടെ വിഷയത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. എനിക്ക് അത്രയും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ ഞാൻ പോവുള്ളൂ. ഞാൻ ഇന്ന് വരെ ഫാത്തിയുടെ ഫാമിലി ആയിട്ട് ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞിരുന്നതും പിന്നെ ചെയ്തിരുന്നതൊക്കെ ഓനും ഓൻ്റെ വൈഫുമായിട്ടുള്ള പ്രശ്നങ്ങളും ഓന്റെ കള്ളത്തരങ്ങളും മാത്രമാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതും ഈ ഫാത്തിയുടെ കുടുംബ പ്രശ്നം ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നതല്ല. ഈ ഫാത്തി തന്നെയാണ് ഓന്റെ വൈഫ് അങ്ങനത്തോളാണ് ഇങ്ങനത്തോളാണ് ഇങ്ങനെ മോശക്കാരിയായെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ പോസ്റ്റ് ചെയ്തത്. അതിനുള്ള മറുപടിയെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഓൻ എന്ത് ചെയ്തു അറിയോ, എൻ്റെ ഉമ്മാനി വാപ്പാനി പെങ്ങന്മാരെയൊക്കെ പരക്കെ തെറി പറഞ്ഞു. അപ്പൊ കുറെ ആളുകൾ ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട് മറ്റേ ഫാത്തിയുടെ തൊള്ളയിലിരിക്കണത് നല്ലോണം കേട്ടില്ലേന്ന്. ഇതാണോ എന്റെ വിജയം? എന്താ അറിയോ, ആര് വിഷയം ഫാത്തിയുടെ വീഡിയോ ഞാൻ മാത്രമല്ല ചെയ്യുന്നത്. ഫാത്തിയുടെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ 2 കൊല്ലം 3 കൊല്ലം മുമ്പൊക്കെ ഫാത്തിയുടെ വീഡിയോ ഞാൻ ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് ചെയ്ത ആളുകളുണ്ട് ഈ ഫാത്തിക്കെതിരായിട്ട്. അതിനൊന്നും എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം എന്താ അറിയോ, അന്നൊക്കെ ഓരോ ഈ കുട്ടികളുടെ വീഡിയോസിന്റെ ഒക്കെ ഒരു ബലത്തില് വല്ലാണ്ട് ദിമക്ക് ഓൻ അങ്ങോട്ട് മെയിൻ ചെയ്തിരുന്നില്ല. പിന്നെ മാത്രമല്ല, അന്ന് ആ വീഡിയോ ചെയ്ത കുറെ ആളുകൾ പേഴ്സണലി എനിക്ക് മെസ്സേജ് ഇട്ടു, എടാ ഈ വീഡിയോ ഓന്റെ വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഒരുപാട് തെറി കേട്ടു, ഉമ്മാനി വാപ്പാനെയൊക്കെ നന്നായിട്ട് ഓൻ തെറി വിളിച്ചിരിക്കണു. അതുകൊണ്ട് പിന്നെ അമ്മായിമ്മ മെനക്കെട്ടില്ല, ഒഴിവാക്കി, എന്തേലും ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടേന്ന്. പക്ഷെ ഇന്റെ കാര്യത്തില് ഓന് ഇത്ര പബ്ലിക്കായിട്ട് തെറി വിളിക്കാൻ എന്തായുള്ള കാരണം എന്നറിയോ, ഞാൻ ആദ്യം തന്നെ പിടിച്ചത് അടിവേര് നോക്കിയിട്ടാ. കാരണം എന്താണ് ഏതാണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ അവന്റെ പെണ്ണുങ്ങളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ അവന്റെ ഫാമിലിയുടെ കാര്യത്തിലോ ഞാൻ ഇതുവരെ ഇടപെട്ടിട്ടില്ല. പക്ഷെ ഓന്റെ ഫാമിലിന്റെ അത്രയും തെറി പറഞ്ഞില്ലേ, അത് കേട്ടപ്പോ ഓന്റെ സ്വന്തം വീട്ടുകാർക്ക് പോലും സഹിച്ചില്ല. അതുകൊണ്ട് എന്തായി, ഓന്റെ പെങ്ങന്മാരൊക്കെ എന്നെ വിളിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതില് അവന്റെ ഒരു പെങ്ങൾ എന്നെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നോട് ഫോണിൽ കൂടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങളതൊരു വീഡിയോ ആയിട്ട് ചെയ്തോ, ഞാനത് അപ്ലോഡ് ചെയ്തോളാം. ഞാൻ പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. നീ എന്തിനാ ഫാത്തിയുടെ കാര്യങ്ങൾ നോക്കുന്നു, നീ എന്തിനാ ഫാത്തിയുടെ മറ്റേ മക്കളുടെ കാര്യം നോക്കുന്നു, മക്കളുടെ നന്നായി നോക്കുന്നില്ലേ എന്നൊക്കെ അന്നും ഞാൻ പറഞ്ഞിരുന്നു. മക്കളുടെ നന്നായി നോക്കുന്നതിൽ കറക്റ്റ് എനിക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു ലക്ഷ്യബോധമുണ്ട്. അത് മക്കളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല എന്നുള്ളത്. അതിനാര് വിശ്വസിക്കാന്? അപ്പൊ ഞാൻ പറച്ചിൽ നിർത്തി. അതിപ്പോ ഞാൻ എതിർക്കുന്ന 2 വ്യക്തികളുണ്ട്, ഒരാണും ഒരു പെണ്ണും. ഇവരുടെ കാര്യത്തില് ഇനി അവരുടെ കാര്യം പറയുന്ന ആരറിയോ, അവരുടെ വീട്ടുകാർ. ഇപ്പൊ ഫാത്തിയുടെ വീഡിയോ ഒന്ന് കാണാൻ, ഫാത്തിയുടെ വീഡിയോ കാണുന്നല്ല, ക്ഷമയോടെ ഫുള്ള് കേൾക്കണം. നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് സത്യം എന്ന്. ഇത് ഞാൻ പറയുന്നതല്ല, അവന്റെ വീട്ടുകാർ പറയുന്നതാ. എന്നിട്ടും ഫാത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന നന്മമരങ്ങൾ ഉണ്ടല്ലോ, ഓലോടും കൂടി അവന്റെ പെങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, വീട്ടിലെ കക്കൂസെങ്കിലും ഒന്ന് ശരിയാക്ക്, അന്നെ ഈ സപ്പോർട്ട് ചെയ്യണമല്ലോ എത്തുന്ന് ഒന്ന് പറയാന്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് ക്ഷമയോടെ ഒന്ന് കേട്ടിട്ട് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. അപ്പൊ വീഡിയോക്ക് പോവാം. ഞാനാണെങ്കിലും പെരക്കാരാണെങ്കിലും എന്റെ ഇതുകൊണ്ട് ആകെ അടങ്ങാറായിക്കണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്റെ വീട് വന്ന് നമ്മളെ വീട് വന്ന് കാണണം. എന്റെ പെണ്ണുങ്ങളെ വെച്ച് നോക്കാതെ കുറച്ച് കാലം ഇട്ടതിന്റെ ഇതിലാണ് എനിക്ക് സഹായിക്കേണ്ടി വന്നത്. ബേബിന്റെ വിഷയം അതിഷ്ടം പോലെ ഉണ്ട്. ഇന്നലെയൊക്കെ ജിന്റെ വീഡിയോ ഇട്ട് ജിന്റെ വിറ്റ് എന്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് കണ്ട് നിക്കണ ആൾക്കാർക്ക് ഈ എന്താ ഈ എല്ലാം കൊണ്ടും തികഞ്ഞു നിക്കാണ്. ഞാനൊന്നും ഇപ്പൊ ഒരു മനുഷ്യനോട് കോണ്ടാക്ട് ഇല്ല. കാരണം എന്താ, ഫാദിന്റെ പെങ്ങളല്ലേ. ആ ഉമ്മാനൊക്കെ ഒരു അവസ്ഥ കണ്ടിക്കണ ആകുവോണെങ്ങി അത്രയും അതിനെ കണ്ട ഇതാകും. ഞാൻ അത്രയും വിഷമം കൊണ്ടാണ് ഞാനോട് ഒന്ന് പറയണമെന്നെങ്കിലും കരുതി. കാച്ചി എന്നോടൊന്ന് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇജി ഒരുപാട് വീഡിയോസുകൾ കിട്ടും, ഇതിനൊന്നും ഞാൻ എന്നോടൊന്നും പറഞ്ഞു വന്നിട്ടില്ലല്ലോ. എനിക്കൊരല്പെങ്കിലും ഒരു സ്നേഹം. ഇജി ഓരോ വീഡിയോസിലും പെങ്ങള് എന്ന് പറഞ്ഞു കണ്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. എനിക്കായാലും ഒരു അല്പെങ്കിലും ഒരു ഇതുണ്ടെന്ന് വെച്ചെങ്കിൽ ഇജ വീഡിയോ ഇജോ ഇടൂലേ ഇനി. കാരണം ഞാൻ എന്നോട് ഒന്നിനും വന്നിട്ടില്ല. ഞാൻ അത്രയും വിഷമം കൊണ്ടാണ് ഞാനോട് ഒന്ന് പറയണമെന്നെങ്കിലും കരുതിയത്. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞാൻ അടുത്തേക്ക് വന്നിട്ടില്ല. കാരണം എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലല്ലേ എന്നോട് വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ഓരോ വീഡിയോസ് ഇടുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം എനിക്ക്. എന്റെ ജീവിതം എന്താന്ന് വെച്ചാല് ഈ സോഷ്യൽ മീഡിയ, വ്യൂവേഴ്സ്, സബ്സ്ക്രൈബ്, ഇങ്ങനത്തെ ഒരു ജീവിതമാണ് എന്റെ തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാനായാലും ഇപ്പൊ നമ്മളെ പെരക്കാരായാലും ഒന്നും ഇങ്ങനെ ഹെൽത്ത് ജീവിതമല്ല. 2 നേരം വെളുത്ത കണ്ടന്റുകൾ വേണം, അതില് കുറെ വ്യൂ വേണം. ഈ ചിലപ്പോ അതിന് വേണ്ടിയിട്ട് ആരും എന്തും പറയും. അല്ലെങ്കിൽ ഈ എന്റെ വീഡിയോ എത്ര ഒരു
ഇതുണ്ടെങ്കിൽ അത് ഇടൂലേ ഇനിയിപ്പൊ ഇട്ടു തൊട്ടിക്കോ. എനിക്കത് ബ്ലറാക്കിയെങ്കിലും ഇടാനുള്ള ഒരു മര്യാദ ഈ കാണിക്കണമെങ്കിൽ. ഞാൻ അറിയണ എത്രയോ പേര് എന്നെ അറിയുന്ന ആൾക്കാരുണ്ട്. ഈ ഫാത്തിന്റെ പെങ്ങളല്ലേന്ന് ചോദിക്കുമ്പോ പറയാനിപ്പോ എന്താ ഉള്ളത്? എന്റെ ഈ ചീഞ്ഞ കഥകളോ? എന്ത് ജി പറഞ്ഞു കൂട്ടണത്? ഇജ്ജ് പറഞ്ഞല്ലോ എന്റെ പെണ്ണുങ്ങളാണ് ഇന്റെ മാപ്പിളക്ക് കൂട്ടിക്കൊടുത്തത്. ഞാൻ എന്റെ മാപ്പിളിനെ കണ്ടതും പരിചയപ്പെട്ടതും പോയതും അതൊക്കെ എന്റെ ഇഷ്ടപ്രകാരം. എന്നിട്ടും ഞാൻ നിങ്ങൾ ആരടുത്തേക്കും വന്നിട്ടില്ല ഒന്നിനോ. ഒരു കാര്യത്തിനും വന്നിട്ടില്ല. പിന്നെ ഈ എന്തൊക്കെ ഈ പറഞ്ഞു പിടിപ്പിക്കണേ? ഓൾക്ക് ഇത് മാണ്ടിങ്ങാണ്ട് ഇന്ന ഇടയിൽ കൂട്ടിയതാണെന്നോ. ഞാനും എന്റെ മാപ്പിളയും ഉള്ള ബന്ധം അത് ഞങ്ങൾ തമ്മിൽ മാത്രമുള്ളൊരു കാര്യമാണ്. അതിലൊരു മൂന്നാമതൊരാളില്ല. ഞാനൊരു മനുഷ്യനോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല. നമ്മളുണ്ടല്ലോ ഒരു പ്രണയമൊക്കെ ഉണ്ടാകുമ്പോ ഒരു ഫ്രണ്ട്സിനോട് പറയാ, അതൊക്കെ അതുപോലും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ഇടയിൽ എന്റെ പെണ്ണുങ്ങൾ വന്നത്? പറ്റി ഒരാൾ കാരണം എന്നെ അറിയാത്തവരും കൂടെ അറിയണം. എന്നാ ഞാൻ ഇങ്ങനത്തെ എങ്ങാനും ഫീൽഡിൽ നിൽക്കുന്ന ആളാണോ? അതുമല്ല. ഞാൻ എന്റെ മാപ്പിളന്റെയും മക്കളെയും കാര്യം നോക്കി ഒരു സാധാരണ ഒരാളെ പോലെ ജീവിച്ചിരുന്ന ഒരാളാണ്. ഈ കാരണം ഇപ്പൊ ഓരോരുത്തർ വിളിക്കും, ഈ ആണോ അത്? അതിനൊക്കെ അത് അവസ്ഥ വരുത്തിച്ചില്ലേ? കാരണം ഞാൻ എന്നോട് അതിന് മാത്രം എന്ത് പറ്റി? ഞാൻ എന്നോട് ചെയ്ത് ഞാൻ ഇത്രയും കാലമായിട്ട് പോലും ഞാൻ എന്നോട് ഇങ്ങനെ പോലും എന്നോട് ഞാൻ സംസാരിച്ചിട്ടില്ല. എനിക്ക് അത് അത്രത്തോളം ഇജ് തരം തന്നു പോയി. പെങ്ങളെ വീഡിയോ ഇട്ടിട്ടും കൂടെ ഇജ് ഇതാക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് പല ഇതുണ്ടാവും. പക്ഷെ അത് ജിഞ്ച ജീവിതം വെച്ച് കളിക്കണ്ടില്ലേ? ഇനി ഈ ലോകത്ത് ആദ്യമായിട്ട് ഡിവോഴ്സ് നടക്കണേ മാപ്പിളയും പെണ്ണുങ്ങളും തമ്മിലുള്ള പ്രശ്നം മാതിരിയാണല്ലോ എന്റേതൊക്കെ. എനക്ക് വേണമെങ്കിൽ അത് ഓള് ഒഴിവാക്കിയിട്ട് പോയി കൂടെ, എനിക്ക് വേറെ പെണ്ണ് കിട്ടൂലേ? ഓള് പോയി എഴുതിയിട്ട് എന്റെ ജീവിതം എവിടെ അവസാനിച്ചത്? ഞാൻ പറഞ്ഞ എന്നോട് എനിക്ക് ബുദ്ധിമുട്ടാണ്, പ്രയാസാണ്, ഇനി ഇതിനെ ഇങ്ങനെ രക്ഷിക്കണമെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞ എന്നോട്? ഈ പിന്നെ എന്തിനാണ് ഇന്റെ കാര്യങ്ങളിൽ ഇതാക്കണത്? ഇന്നെ കുറിച്ച് ഒന്നും പറയണ്ട. ഇമ്മാന്റെ അവസ്ഥ എടുക്കണം. ശരിയാ, മക്കളെ കൊണ്ട് ഒന്നും ഒരു സുഖം കിട്ടിയിട്ടില്ല. ഞാൻ ഇന്നലെ കുടി പോയി. ഇന്നലെ കുടി പോയിട്ട് അന്നൊന്നും വിളിച്ചാ കിട്ടണമെന്ന് കരുതിയിട്ടാണ്. കുടി പോയിട്ട് ഞാൻ ആ ഇമ്മാനെ കണ്ടിട്ട് കരഞ്ഞിട്ടാ ഞാൻ അതായത്. കാരണം ആ ഇമ്മാന്റെ ഒരു അവസ്ഥ കണ്ടിക്കണ വെച്ച് ആകെ ഉണങ്ങി അത്രയും അതിനെ കണ്ട ഇതാകും. നാലഞ്ച് മക്കളുള്ളൊരു ഉമ്മയാണ്. ഒരു ഒരു അതിനുള്ളൊരു ശരീരം കൂടെ അതിനതില്ല. കാരണം സ്വസ്ഥതല്ല. നേരെ വെളുത്ത ചോദിച്ചത് എന്റെ മകന് ഇങ്ങനെ ഓരോ വീഡിയോ ഇട്ടിക്കണല്ലോ, ഇതെന്താ ഈ കാരണം എന്തൊക്കെ ഇപ്പൊ വീഡിയോ അറിയാത്ത കാര്യങ്ങളും പോലും എന്തൊക്കെയോ ആൾക്കാർ ഇത് പറയണത്. ഈ അതിനുള്ളൊക്കെ ഒരു അവസരം വരുത്തിച്ചിട്ടല്ലേ? എന്തോ കാര്യം എനിക്ക് ഇതുകൊണ്ട് കിട്ടിയത്? എല്ലാവരും ഈ കാരണം കൊണ്ട് ഇപ്പൊ നമുക്കുണ്ടല്ലോ നമ്മളൊരു ഇത് കാണിച്ചു കൊടുക്കാൻ വയ്യ ഇതിന്റെ ബാക്കിക്കാരാണെന്ന് പറഞ്ഞാണ്ട്. അപ്പോ ഇനി ചോദിക്കും ഫാത്തിന്റെ ആരെങ്കിലും ആണോന്ന്. അപ്പൊ ഫാത്തിക്ക് ഇതൊക്കെ തന്നെ കണ്ടന്റുകള്, ബാക്കിയുള്ളവരെ ഇതാക്കുക. ഈ ജിന്നെ കുറിച്ച് ജാവലാതിപ്പെടുന്നുണ്ടെങ്കിലേ ഓളെ ബുദ്ധിമുട്ടിക്കരുത്, ഓളെ പ്രയാസപ്പെടുത്തരുത്. ഈ ഇങ്ങനെ പെങ്ങള് എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ വേജാറാണ് കണ്ടാ തോന്നും. പെങ്ങള് എന്നോട് ഇങ്ങനെ കരഞ്ഞ് പറയാണ് തോന്നും. ഞാൻ എന്നോട് എന്തെങ്കിലും പറയാൻ വന്നിക്കണു? ഒന്നും പറയാൻ വന്നിട്ടില്ല. പറ്റണേലേ ഉമ്മാന്റെ അവസ്ഥ എന്ന് ചോദിച്ചിട്ട് ഒന്നും വേണ്ട. നമ്മളെ പെരക്കാർക്ക് ആൾക്കാരെ മുഖത്ത് നോക്കി ഇറങ്ങി നടക്കാൻ പറ്റണോ? മുഖത്ത് നോക്കാൻ പറ്റണുണ്ടോ? എന്നും ആൾക്കാർക്ക് പറയാനുള്ളത് എന്റെ കാര്യങ്ങൾ വെച്ചിട്ട് സംസാരിച്ചാണ്. അമ്മന്റെ അവസ്ഥ കണ്ടിക്കണം. അത്രയും ദയനീയാണ്. അതിന് സങ്കടപ്പെട്ടും കരഞ്ഞും ഇടങ്ങേറായി അതാകെ ഇല്ലാതായിക്കണത്. ഞാൻ ഒരു കാര്യത്തിനും ഞാൻ വരലില്ല. എനിക്കത് വേണം, എനിക്ക് ഇത് വേണമെന്നൊന്നും പറഞ്ഞ് ഞങ്ങൾ ഇടങ്ങേറാക്കാനും ഞാൻ വന്നിട്ടില്ല. അല്ല, ആവശ്യമില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോഴല്ലേ നമ്മൾ വന്ന് പറയുള്ളൂ. ഇല്ല, പക്ഷെ സഹായിച്ചു നല്ലേരിക്കും ഞാൻ എന്റെ മക്കളെ നോക്കണം. എന്റെ മക്കളും നല്ലേരിക്കും നോക്കണുണ്ട്. പിന്നെ എനിക്ക് 3 കുട്ടികളെ. എനിക്ക് ആദ്യത്തെ കല്യാണത്തിൽ 2 കുട്ടികള്. എനിക്ക് 3 എനിക്കറിയോ. ആദ്യത്തേലെല്ലാം 3. എനിക്കാണ് 3. ഇങ്ങനെ വീഡിയോ ഇടുന്നത് ആർക്കാണ് ഉപകാരം? എനിക്ക് അതുകൊണ്ട് ഒരു ഉപകാരമില്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഉപദ്രവമാണ്. മാനസികമായിട്ട് ഭയങ്കര വിഷമം ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഈ വീഡിയോ ഇടുന്നോണ്ട്. കാരണം ഞാൻ ഇത്തരം മേഖലയിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലോ ഒന്നും ഇല്ലാത്ത ഒരാളാ. ഇപ്പൊ ഈ വീഡിയോ എടുത്ത് എന്നോട് പറയണത് തന്നെ എന്തുകൊണ്ടാണ് ഞാൻ എന്റെ ബുദ്ധിമുട്ടുണ്ടാണ്. അത്രയും പ്രയാസമുണ്ട് ഇജ്ജ്. കാരണം അത്രയും ഇജ്ജ് നാറ്റിക്കാണ്ടിട്ടിട്ട് ഒരാളോട് മുഖത്ത് നോക്കി സംസാരിക്കാൻ വയ്യ. അവർക്ക് ആൾക്കാർക്ക് അറിയില്ല ഇപ്പൊ ഇതൊക്കെ.
ഇതെന്തൊന്നും ചിന്തിക്കാത്തേ? ഈ കാരണം അറിയാത്ത കാര്യങ്ങൾ പോലും ആൾക്കാർ അറിഞ്ഞു വരും. എനിക്ക് എന്റെ പെണ്ണോടെ ഭക്ഷണം വെച്ചെങ്കിൽ അത് അവിടെ തീർക്കും, അല്ലാതെ ഈ ഇഞ്ച ജീവിതത്തിക്ക് കയറല്ലേ. ഞാൻ എന്നോട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വന്നിക്കണെങ്കിലും ഓക്കെ, ഇത് അതും വന്നിട്ടില്ല. എനക്കറിയോ ആ പെരന്റെ അവസ്ഥ? എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്കും നന്നായിട്ട് അറിയാം. ആ പെര ഇപ്പോഴും ലോണില്ല. എന്റെ അവിടുത്തെ അടിച്ചു പൊളിച്ചുള്ള ലൈഫ് എന്റെ ഒരു പകുതി പൈസ പോരെ അവിടുത്തെ ബുദ്ധിമുട്ടുകൾ തീരാന്. മറ്റുള്ള പ്രയാസം എനിക്കറിയോ? എനിക്കറിയാം. പക്ഷെ എനിക്കിപ്പോ അങ്ങോട്ട് ഒന്നായിട്ട് ചെന്ന് പരിഹരിക്കണതിനൊക്കെ ഒരു പരിധി ഉണ്ട്. പക്ഷെ എനക്ക് തീർക്കാവുന്ന, എനക്ക് സാരമായിട്ട് തീർക്കാവുന്ന കാര്യങ്ങളാണ് അവിടെ. ഇജടെ പോയി നോക്കിക്കണോ? എന്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് കണ്ട് നിക്കണ ആൾക്കാർക്ക് ഈ എന്താ ഈ എല്ലാം കൊണ്ടും തികഞ്ഞു നിക്കാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് എന്ത് ചെയ്യും, അവിടെ പെരയിലൊന്ന് പോകാൻ പറയും. എന്നിട്ട് അവിടുത്തെ അവസ്ഥകളൊന്ന് ഇതാക്കാൻ പറയും. ഐറ്റങ്ങൾ അവിടെ ജീവിക്കണത് എങ്ങനെയാണെന്നും എന്താണെന്നും അവിടെ ഇജും എന്നെ സപ്പോർട്ട് ചെയ്യണവരും പോയി നോക്കണം. അത്രക്ക് ദയനീയായ അവസ്ഥയാണ്. കാരണം ഇജി കിടന്ന് കാട്ടിക്കൂട്ടണ കോപ്രായത്തിൽ മാത്രം ഒന്നും ഇല്ല, സംഭവിച്ചില്ല. അത് എല്ലാവർക്കും അറിയാം. ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ വീഡിയോസ് ഇടാന്. ഇന്നെ ഇഞ്ച വൈക്കണം വിട്ടളാം. ഞാൻ ഇഞ്ച കുടുംബമായിട്ട് ഞാൻ അങ്ങനെ ജീവിച്ചു പോകും. ഈ ഇത്തരം വീഡിയോസ് ഇടുമ്പോ അത് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് എന്നല്ല, എനിക്ക് മാത്രമല്ല, വീട്ടുകാർക്കും ഉണ്ട്, നമ്മളടുത്ത കുടുംബക്കാർക്കും ഉണ്ട്. അവർക്കൊക്കെ ഇത് മാനക്കേടുള്ള കാര്യമാണ്. എനിക്ക് ഇതുകൊണ്ട് എന്ത് ലാഭം കിട്ടണത്? കുറെ പൈസ. ഇന്നലെയൊക്കെ ജിഞ്ച വീഡിയോ ഇട്ട് ജിഞ്ച വിറ്റ്. ഇതിനു മുമ്പ് ഓരോ കണ്ടന്റുകൾ ഇട്ടുകൊണ്ട് പെരക്കാര് ഇനിയോ ഇജി അവിടെ ഇതിൽ ഞങ്ങളെ സേഫ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഫൈറ്റ് ചെയ്തിട്ട് ഞങ്ങളൊന്ന് സംരക്ഷിച്ചു എന്ന് പറഞ്ഞു വരുമല്ലോ, അത് എവിടെ നിന്ന് പറഞ്ഞേ. ഈ കാരണം ബാക്കിയും കൂടെ സ്വസ്ഥത നഷ്ടപ്പെട്ട് കാരണം എന്താണ് ഇന്നറിയാത്ത ആളുകൾ പോലും അറിഞ്ഞു തുടങ്ങി. ഇപ്പൊ ഞാൻ കുടിയിൽ വന്നു നിന്നു, എനിക്ക് സമാധാനമായോ? ഇജ് നോക്കുവോ? ഇഞ്ച 3 കുട്ടികളെ ഇനി നോക്കുവോ? എനിക്ക് എന്റെ പെണ്ണുങ്ങളും എന്നാ 3 പൈതലാളും ഉണ്ടായപ്പോ തന്നെ എന്നെയും കൊണ്ട് വെച്ചേനി. പിന്നല്ലേ ജിന്നെയും കൂടെ നോക്കാൻ നിക്കണ്. അപ്പൊ എന്താന്നറിയോ, അതൊന്നും കഴിയൂല. എല്ലാരും കൂടെ വാക്കുകൊണ്ട് പറയാൻ പറ്റും, പക്ഷെ അതൊന്നും കഴിയൂല. അപ്പൊ എന്താന്നറിയോ, ഞാൻ ആരോടും ഒന്നിനും ചോദിച്ചു വന്നിട്ടില്ല. ഈ എന്തിനാണെങ്കിലും കിടന്നങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും ഇഞ്ച മാപ്പിളതാ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഇന്ന ഒരു തരത്തിലും ബുദ്ധിമുട്ടാ. എന്റെ ആങ്ങൾ എന്നിട്ട് ഇതാക്കണെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചാൻ വന്നിട്ടില്ല. അതൊരു മര്യാദയാണ്. അല്ലാതെ ഈ ലോകത്ത് ആദ്യമായിട്ടൊരു മാപ്പിളയും ഒരു പെണ്ണുങ്ങളും ഒരു ഡിവോഴ്സും നടക്കണ മാതിരിയാണ് ഇപ്പൊ എന്റെ ഒക്കെ പ്രവൃത്തി കണ്ടാല്. ഒരു സമാധാനമല്ലല്ലോ, കേൾക്കണവർക്കും ഇല്ല. എന്റെ കഥയൊക്കെ കേട്ട് ആൾക്കാർക്ക് മടുക്കൽ തുടങ്ങിക്കണേ. ഇജ് അത് കുറച്ചെങ്കിലും മനസ്സിലാക്കും. പിന്നെ ഈ പൈസ വാങ്ങിയ കണക്ക് പറയലുണ്ടല്ലോ, എനിക്ക് അതിന്റെ സത്യാവസ്ഥ ശരിക്കും എന്താണെന്നറിയും. ഓ പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. എന്നോട് അത്ര കഷ്ടപ്പാട് ഇതായിട്ട് ഞാനത് കണ്ടിട്ട് ഇടങ്ങാറായിട്ട് കൊടുക്കണം. ഓള് ആ 3 കുട്ടികളെയും കൊണ്ട് ഒരു ഗതി ഇല്ലാതെ അവിടുന്ന് കൂടിന്ന് പോന്നപ്പോ ഒന്നുമില്ലായിട്ട് ഞാൻ സാധനം വാങ്ങിപ്പിച്ചു കൊടുക്കണം. അറിയോ, ഫ്രിഡ്ജ് ആയാലും വാഷിംഗ് മെഷീൻ ആയാലും സാധനങ്ങളായാലും ഞാൻ വാങ്ങിപ്പിച്ചു കൊടുക്കണം. കൊണ്ടേ കൊടുത്തതും കൂടെ ഞാനും മാപ്പിളയും കുട്ടികളും ഉണ്ടേനി. അവിടെ ചെന്നപ്പോ ജമ്മി ഉണ്ടേനി അവിടെ. പിന്നെ പൈസന്റെ ഇത് അങ്ങോട്ട് കൊടുത്ത കണക്ക് വല്ലതും എനിക്കുണ്ടോ? കണക്ക് നോക്കുകയാണെങ്കിൽ ഓള് ഇഞ്ഞും ഇങ്ങോട്ട് തരാനാ, ഇഞ്ഞും 80,000 ഉറുപ്പിയോളം ഇങ്ങോട്ട് ഇഞ്ഞും തരാനാ. അപ്പൊ പൈസ ഇങ്ങട്ടല്ല വന്നിക്കണത്, അങ്ങട്ടാ പോയിക്കുന്നത്. അത് ഈ ഓളെ പൈസ കൊടുക്കാത്ത സമയത്ത് സഹായിച്ച ഇതാണ്. ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ എന്നോടൊന്നും പറയാൻ വന്നിട്ടില്ല. ഇഞ്ച വീഡിയോ ഇട്ടിട്ട് ഇജ് റീച്ച് ഉണ്ടാക്കാൻ നോക്കി. കാരണം ഞാൻ എന്നോട് ഒന്നിനും വരാത്ത ആളാണ്. ഈ അവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇനിയിപ്പോ ഒന്നുമില്ലെങ്കിൽ ബ്ലറെങ്കിലും ആക്കി ഇടണേ. എനക്ക് ചിലപ്പോ ഇതൊക്കെ ശീലമായി, കാരണം എനിക്കിത് ശീലല്ല. കാരണം ഞാനെന്ന് പറഞ്ഞാൽ ഞാനൊരു ഒതുങ്ങി ജീവിച്ചാണ്. എനിക്ക് എന്റെ മാതിരി ഇങ്ങനെ വീഡിയോസും മറ്റു കാര്യങ്ങളിലും അതൊന്നിലും എനിക്ക് വലിയ അറിവുള്ള ഒരാളല്ല. അവിടെ എന്താണെന്നറിയോ, എനിക്കിതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഇജും എന്റെ പെണ്ണുങ്ങളോടുള്ള വാശിയാണിത്. ഈ വാശിയിൽ എത്ര ജീവിതങ്ങൾ കടന്ന് നീറുന്നുണ്ട് എന്ന് എനിക്കറിയോ. ഇത് ചിന്തിക്കണുണ്ടോ? ഈ കുറച്ച് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരില് ഇത് കൂടുതലായിട്ട് പൊന്തല്ലേ. കാരണം എന്താ അറിയോ, അതിൽ എത്രയോ പേര് വേദനിക്കണുണ്ട്. ഇത് ആരെയും വേദനിപ്പിക്കാൻ ശ്രമിക്കണം. ഞാൻ എന്നോട് തെറ്റ് ചെയ്തിക്കണമെങ്കിൽ എനിക്ക് ഓക്കെ. പക്ഷെ ഈ ഓരോന്ന് ചെയ്യുമ്പോഴും അത് എനിക്കാണ് വേദനിക്കണേ. ഞാൻ പറഞ്ഞാല് ഇതിലൊന്നുള്ള ആളല്ല. ഞാൻ ഒതുങ്ങി, ഞാൻ എന്റെ കുട്ടികളെ മാപ്പിളിന്റെയും കാര്യം നോക്കി ഞാനൊരു ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാ. ആ ഇജ് ഇന്നെ ഇട്ടിടുമ്പോ അത് എത്രത്തോളം
ഭയങ്കര ഷോക്ക് ആയിട്ടുള്ള ഒരു കാര്യം എന്നറിയോ, എന്റെ സന്തോഷം സമാധാനം എന്നൊക്കെ പറയണത് ഇതൊക്കെ കാരണം ഒരു സമാധാനം ഇല്ലല്ലോ. ആർക്കും അതിൽ സമാധാനം ഇരിക്കോ? പെരക്കാരിക്കോ? എന്നോട് എന്താണ് ഒരു 10,000 തവണ പറഞ്ഞതല്ലേ പെരക്കാര് ഇത്തരം വീഡിയോസുകൾ ഇടരുത് ഇടരുത് എന്ന്. ജിന്റെ കാര്യം വീട്, എനിക്ക് പെരക്കാരോട് ബാക്കിക്കാരോട് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ജി മാക്സിമം എന്റെ കാര്യങ്ങൾ മാത്രം നോക്കി പോകാം, ബാക്കിയുള്ളവരുടെ ഇതിക്ക് ഒന്നിനും വരാതിരിക്കാം. ഞാൻ വീഡിയോസ് കൊണ്ടായാലും സംസാരം കൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും ഒന്നും വരാതിരിക്കാം. അതിനായിട്ട് വലിയ ഉപകാരമാണ്. ഇജ്ജ് പറയണില്ലേ എനിക്ക് കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് അതൊക്കെയാണ് സൊയില് അതൊക്കെയാണിത്. അതന്നെ ഞങ്ങളെയും സൊയില്. എനക്ക് അവിടെ ഇരുന്നുകാണ്ട് ഓരോ വീഡിയോയും ചെയ്തിട്ട് അത് എല്ലാരും കാണിപ്പിച്ചിട്ടിട്ട് പൈസ ഉണ്ടാക്കുക. ഇത്രയും കാലം ഇന്റെ പേരേ വന്നിനുള്ളൂ, വീഡിയോയും വന്ന്. ഞാൻ പറയണത് നിസ്സാരാക്കി കരുതണ്ട. ഞാൻ മനസ്സ് അത്ര വേദനിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഏതായാലും കുടുംബം മാറ്റിച്ചിട്ടാണ് ജീവിച്ചത്. ആ പൈസ എടുത്തിട്ട് എന്ത് ചെയ്യും? കുടി കാശ് കൊടുക്കണം. ആ പേരന്റെ ലോണും അടച്ച് ഇത് തീർന്നോളും. കാരണം ഞാൻ 10 വർഷത്തോളമായി ഇവിടെ ജീവിക്കണം. ഈ 10 വർഷം മുമ്പേ ഉണ്ട് പെരക്ക് ലോണ്. അത് പെരുകി 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 എത്രയോ വയ്ക്കണം. അവിടെ ഐറ്റങ്ങൾ അന്നാന്ന് നയിച്ച് അന്നാന്ന് ജീവിക്കുന്നതാണ്. സാമ്പത്തികമായിട്ടേ ഇല്ല. നമ്മൾ ഭയങ്കര വീക്കാണ്. പക്ഷെ മാനസികമായിട്ടെങ്കിലും നമുക്കൊരു ഇതുണ്ടല്ലോ. ഇപ്പൊ അതുമില്ല. അതില്ല എന്ന് പറഞ്ഞാല് പറയാൻ വാക്കില്ല. അത്രയും ഇതായി. അവിടെ ബാക്കിയുള്ളവരൊക്കെ മാനം കെട്ടിട്ടാണ് ജീവിക്കുന്നത്. അത്രയും പ്രയാസം ഉണ്ട് ഐറ്റങ്ങൾക്ക്. ഐറ്റങ്ങൾക്ക് എനിക്കും ഉണ്ട് നല്ല പ്രയാസം എനിക്ക്. കാരണം ഈ ഒരാള് കാരണം ഇത്തരം വീഡിയോസ് കാരണം അനക്കുളവാണെങ്കിൽ ഒഴിവാക്കി ജീവിച്ചാ പോരെ. ഇത് ആദ്യമായിട്ടൊരു പെണ്ണുങ്ങള് വേണ്ടാർന്ന് പോയവരെ മാതിരി അനക്ക് വേണ്ടെങ്കിൽ അന്തസ്സായിട്ട് ഒഴിവാക്കുക, ഇതാക്കുക. ഓളെ വഴി ജന്റെ വഴി, അതല്ലേ തീരുമാനം എടുക്കണ്ടേ. ഇജ് എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയില്ല. ഇജ് എന്റെ ജീവിതം കൂടെ നശിപ്പിക്കാനാണോ കരുതുന്നത്? ഞാൻ ഇതൊക്കെ ഇവിടുന്നൊക്കെ ഒഴിവായി അവിടെ കുടിയിൽ വന്നിരിക്കണം എന്നാണോ ഇജ് കരുതുന്നത്? നീ പറഞ്ഞ് പരത്തുമ്പോ കുറച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായില്ലേ. കാരണം അതൊക്കെ അതിന്റെയൊക്കെ ഒരു മാനസികമായ ബുദ്ധിമുട്ട് എന്താന്ന് പറയുന്നത്. ഒരു മര്യാദയിലിട്. ഇതൊക്കെ തുടങ്ങിയിട്ട് കുറേ ആയി. പക്ഷെ ഞാന് ഇപ്പോഴാണ് എന്നോട് ഇതിനെ കുറിച്ച് സംസാരിക്കണേ. കാരണം എന്താ പറയാ, ഈ ഇന്ന് നിർത്തും നാളെ നിർത്തും ഒഴിവാട്ടെ പോട്ടെ കരുതി നിന്നു. പക്ഷെ എനക്കെന്താന്നറിയോ, ഇത് നിർത്തൂല. പിന്നെ എനക്ക് എന്ത് പറഞ്ഞാലും കണ്ടന്റുകളാണെന്ന് വെച്ചെങ്കിൽ എന്ത് ചെയ്യുന്നത്, എനിക്ക് എന്റെ ബുദ്ധിമുട്ടല്ല, എനിക്ക് വലിയ പ്രയാസം. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ, ഏജും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരും ഉണ്ടാവുമല്ലോ. ഓല് വന്നുകൊണ്ട് ഇവിടെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് വന്നുകൊണ്ട് നോക്കും, ചോദിച്ചു നോക്കും. അന്റെ പെങ്ങളെങ്ങനെ ജീവിക്കണേ, തിന്നാനുണ്ടോ കുടിച്ചാനുണ്ടോ ഉടുക്കാനുണ്ടോ, ഇനിയൊന്നും ഇല്ലാതെയാണോ ജീവിക്കണേ, അതോ അതൊക്കെ ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ടോ, അതൊക്കെ ഒന്ന് അന്വേഷിക്കുക. അതൊക്കെ അല്ലേ പെങ്ങളോടുള്ള സ്നേഹം. അങ്ങനെയൊക്കെ വന്നുകൊണ്ട് അന്വേഷിക്കണം. അല്ലാതെ ഹൗസ് കൂട്ടുകാണ്ട് അത് അവിടെ ഗൾഫിൽ ഇരുന്ന് വർത്താനം പറഞ്ഞാണ്ട് ആൾക്കാരോടിട്ട് പറഞ്ഞതൊക്കെ ഈ കേൾക്കണവർക്ക് എല്ലാവർക്കും ഒന്നും തന്നെ സത്യാവസ്ഥ അറിയില്ല. ഇത് പോല് എന്താണ് അവിടെ എവിടെയും കേട്ടുങ്ങാണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് നടക്കണവരാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഇങ്ങോട്ട് വാവ്, ഇങ്ങോട്ട് വന്നുങ്ങാണ്ട് പ്രശ്നങ്ങൾ തമ്മിൽ സംസാരിക്കും. എനിക്കറിയാം അത് പ്രശ്നമാകുമെന്ന്. എന്തിനാണ് ഇത് എന്താണ് ഇതിനായിട്ട് നിക്കണത്? എന്തിനാ എനക്ക് ഇമ്മാനെ ഇപ്പാനെ അവിടെ കുഞ്ഞാനെയും കുഞ്ഞിപ്പാനെയും ഇട്ട് ബുദ്ധിമുട്ടിച്ചത് അല്ലെങ്കിൽ ഓലെ അടിക്കുന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നൊരു ബുദ്ധിമുട്ട് തോന്നണേ, എനിക്കൊരു ഇടങ്ങേറ് തോന്നണില്ലേ, എന്നെ കിട്ടണില്ല. ഇജ്ജിത് അവിടെ ഇരുന്നങ്ങാണ്ട് വർത്താനം പറയുന്നത് നാട്ടിലുള്ളൊരു മനുഷ്യനോടല്ലേ നേരിട്ട് എന്തെങ്കിലും പറയാൻ പറ്റും. കാരണം നമ്മളെ വീട്ടുകാരെ പറയുമ്പോൾ നമുക്കൊരു വേദന വേണം. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിർത്തും. ഇത് നിർത്തണില്ല, ഇത് തന്നെ പിന്നെ തുടരുക. എനിക്ക് അവർക്കൊരു നീതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐറ്റങ്ങളെ ഭാഗത്തേക്ക് ഉണ്ടെങ്കിൽ ആ ഇമ്മ എത്രയോ തവണ എന്നോട് പറഞ്ഞു, ഇത്തരം വീഡിയോസ് ആൾ ഇടല്ലേ, അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ഇജ്ജ് കേൾക്കണുണ്ടോ? ഇല്ല. ഇജ്ജ് ഇങ്ങനെ തന്നെ പോണെന്ന് വെച്ചെങ്കിൽ ഞാൻ എന്നോട് പറയണത്. കാരണം എന്നോട് കണ്ട ആൾക്കാർ പറഞ്ഞിട്ടൊന്നും എനിക്കില്ല. കാരണം എന്റെ ആയുധം എന്താ, പെങ്ങളോടെ ഇടങ്ങാറായി ജീവിച്ചാണ്, ഇടങ്ങാറായി നിൽക്കുകയാണ്. എന്നോട് ഞാൻ പറഞ്ഞോ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? എന്നെ അറിയണ പകുതിയോളം പേര് ഇനി അറിയും. ഒന്ന് ചോദിച്ചു നോക്ക് ഞാനെങ്ങനെ ജീവിച്ചണെന്നുള്ളത്. അപ്പൊ എന്താ ഈ ഇടങ്ങേറാകുകയാണ്, കഷ്ടപ്പെട്ടാണ് ജീവിക്കണത്. അതൊന്നും കണ്ടിട്ട് വരല്ലേ, ഇത് വേറെ വല്ലതും എനിക്ക് പറയും.
അതിനല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ ഇട്ടുണ്ടാക്കുക, പറഞ്ഞു തന്നെ പറയാ. ജി ഓലെ ഏതൊക്കെയോ കാലത്ത് വീഡിയോസും കേസും ഇട്ട് കാണാനുള്ള ജി വരുന്നത്. പുതിയത് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. പയ്യ ഏതൊക്കെയോ കേസുകൾ കൊടുത്ത് വന്നങ്ങാണ്ട് ഇതാക്കി വരിക. എന്റെ മാപ്പിള എങ്ങനെ പൈസ ഉണ്ടാക്കണേ, ഞാൻ എങ്ങനെ ജീവിക്കണം, ഇതിലൊന്നും ചടങ്ങാറാകണ്ട. ഞാൻ അതിനെ എന്നോടൊന്നും പറഞ്ഞു തരുന്നില്ലല്ലോ. ഇതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ എന്നോട് പറയാനും വന്നിട്ടില്ല, ഒന്നിനും വന്നിട്ടില്ല. പിന്നെ എന്റെ അതേമാതിരി തോന്നി വേറെയായി. ഇതേമാതിരി തന്നെ ഇപ്പൊ ബേബി റഫീം തമ്മിൽ പ്രശ്നം ഉണ്ടായില്ലേ? ഓല് തമ്മില് പ്രശ്നം ഉണ്ടായപ്പോ അളിയാക്ക് എന്തെങ്കിലും വന്നോ? റഫി എന്തിനേലും വന്നോ? എന്റെ അതേമാതിരി കടന്ന് മാറ്റിച്ചാല് വിഷയം ഇല്ലാഞ്ഞിട്ടാ? നല്ല വിഷയമുണ്ട്. എന്നിട്ട് അളിനെന്തിനും വന്ന് പറഞ്ഞു എന്റെ മാതിരി ഇങ്ങനെ നാണല്ലാതെ മറ്റേ വീഡിയോസ് ഇട്ട് വന്നോ? വരേനിയല്ലോ അളിയാക്കാക്ക് വന്നോ? വന്നിട്ടില്ലല്ലോ. എന്താ പറയാ, അതൊരു മര്യാദയാണ്. പോയൊരു പോയി, കഴിഞ്ഞത് കഴിഞ്ഞു. ആ ഒരു രീതി എടുക്കണ ഒരാളിനി അത്. ആ ഒരു മര്യാദയെങ്കിലും കാണിക്കണം. എന്താ പറയുക, വേണ്ടെങ്കിൽ വേണ്ട, ഒഴിവാക്കി ജീവിക്കുക. ഇച്ചത് അങ്ങനെയല്ല. എന്നെ വേണ്ടാത്തവരെയും കൂടി ഇത് ഇങ്ങനായിട്ട് പറഞ്ഞ് ഇതാക്കി ഇഞ്ഞത് നിർത്തിയിട്ടില്ലെങ്കിൽ ഞാൻ ഇതേമാതിരി ഇങ്ങനെ പറഞ്ഞോണ്ട്. അല്ലാതെ ഇത് നിർത്തണമെന്നില്ല. എന്നോട് ഒരു 10,000 വട്ടം കാര്യം പറഞ്ഞതല്ലേ. ഇതൊന്ന് തുടങ്ങിയതാണ്. ഇന്നലെ തുടങ്ങിയതാണോ? അന്നൊന്നും ഞാൻ എന്നോടത് ഇങ്ങനത്തെ ഒരു വിഷയം വന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ വന്ന് പറയണത് കാരണം ഇത് ഇത്തരം കാര്യങ്ങളിടുമ്പോ എനിക്ക് ഒരു മാനസികമായ സമാധാനമല്ല. എന്തൊക്കെ ജീ പറഞ്ഞു കൂട്ടിയിടുന്നത്, അതിലെന്താണ് ഉള്ളത്, എത്ര സത്യം ഉള്ളത്, അത് നോണയാണോ, ഇതൊന്നും ജീ ചിന്തിക്കണില്ല. പറയാനൊരു വിഷയങ്ങൾ ഉണ്ടാവണം. അതിന് തന്നെ എന്നാ ഇട്ടതന്നെ ഇട്ടോണ്ട് നിക്കണത് പുതിയ തെറ്റല്ലേനു. എന്റെ മാപ്പിളക്ക് അന്നെ ഇതാക്കണം എന്നുണ്ടെങ്കിൽ, നമ്മളെ കുടുംബത്തേക്ക് കയറി കളിച്ചാന്നുണ്ടെങ്കിൽ ബേബിന്റെ വിഷയം അതിഷ്ടം പോലെ ഉണ്ട്. എന്റെ മാതിരി ഒരു ഫോണും കുടിച്ചങ്ങാണ്ട് ഇങ്ങോട്ട് പറയാൻ നിന്നാല് ഐറ്റങ്ങളൊക്കെ ചാവണ്ടി വരും. ആ ചെറുക്കും ഇടങ്ങാറാകാണ് ഈ ഒരാൾ കാരണം. അന്നെ നാറ്റിക്കണം എന്നുണ്ടെങ്കിൽ ബേബിന്റെ കാര്യം, എനിക്ക് കുഞ്ഞിപ്പാന്റെ കാര്യം വല്ലതും അറിയോ? കുഞ്ഞിപ്പ ഇതേമാതിരി ഒന്ന് ഇതാക്കാൻ നിന്ന് അതിനാണ് കുഞ്ഞിപ്പാനക്ക് അടിയിട്ടിയത്. നാറ്റിച്ചാനാണെങ്കിൽ കുറെ വിഷയങ്ങളുണ്ടാവും, എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. അപ്പൊ ഈ എന്ത് ചെയ്യണം, ഒതുങ്ങി ജീവിക്കുക. ഞാൻ എൻ്റെ അടുത്ത് വരുന്നില്ലല്ലോ ഈ വീഡിയോ ഇട്ട് കണ്ടുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കണ പരിപാടി. ഞാൻ ഇതിനൊന്നും വരാത്ത ആളാണ്. എന്നോട് ഇത്രയും കാലമായിട്ട് ഞാൻ ഒന്നിനും വന്നിട്ടില്ലല്ലോ. എനിക്കിങ്ങനെ ഒരു ആവശ്യമോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെയൊക്കെ ചെയ്യണോണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഈ ഇങ്ങനെ വെച്ചാൽ ഞാൻ ഇത്രയും കാലമായിട്ടും പറയാൻ വന്നിട്ടില്ല. എന്താ പറയുക, എനിക്ക് കുറച്ച് ഓവറാവണുണ്ട്. എന്റെ ഒരു വരുമാനത്തിന് വേണ്ടി എല്ലാരും കരുവാക്കി ജിഞ്ച വീഡിയോ ഇട്ട്. ഞാനൊന്ന് എന്നോട് സംസാരിക്കട്ടെ എന്ന് കരുതി. ഞാൻ ഇന്നലെ കുടിയിൽ വന്നതും അതിനാണ്. എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. എന്താ പറയാ, എന്നോടൊന്ന് സംസാരിച്ചിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, എനിക്ക് കുറച്ച് തെറ്റായ കാര്യങ്ങൾ അവിടെ അങ്ങനെ വീഡിയോയിൽ വിടുന്നുണ്ടല്ലോ. അപ്പം അതൊന്ന് തിരുത്തണമെന്നുണ്ട്. ഇപ്പൊ എന്തൊക്കെയാണോ എന്റെ ഇതിലുള്ള വീഡിയോസുകള് വെച്ചെങ്കിൽ അതൊക്കെ ഒഴിവാക്കി ഇനി ഇടാതെ നിൽക്കുക. ഇത് ഇട്ടിട്ട് ആർക്കും ഉപയോഗമൊന്നുമില്ല കേട്ടോ. എനക്ക് ചിലപ്പോ ഇതുണ്ടാവും, പക്ഷെ അതിന് വേറെ വല്ല കണ്ടന്റും കേട്ടോ. എനക്ക് ഇതിൽ ചിലപ്പോ പൈസ പരിപാടിയൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഈ കണ്ടന്റ് ഞങ്ങളിതൊക്കെ ഇങ്ങനെ എടുത്തിടുന്നുണ്ട്. അതിന് വേറെ ഉണ്ടാക്കുക. ഞങ്ങള് ഇഞ്ചും ഇതിലും വിൽക്കണ്ട. എന്റെ ഈ വീഡിയോസ് ഇതും കൊണ്ടും എനക്ക് മാത്രമേ ഉള്ളൂ ഉപയോഗം. ഞങ്ങൾക്കോ വേറെ ആർക്കും ഇതിന് യാതൊരു ഇതുമില്ല. ഇജ് ഉപദ്രവിക്കാണ് ചെയ്യണത്. ഇജ് അതിലിങ്ങനെ പറയണുണ്ടല്ലോ ആദ്യത്തെ പെണ്ണുങ്ങളെ ഇത്, അതും ഇതുപോലൊക്കെ ഡിവോഴ്സ് ആയതാണേ. പക്ഷെ എന്റെ മാതിരി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഇതാക്കണില്ലല്ലോ. പിന്നെ ഓള് ഒഴിവാക്കിയിട്ടും ഒക്കെ മാന്യമായി ചെലവിന് കൊടുത്തിട്ടാണ്. ഓളിപ്പോ വേറെ കല്യാണം കഴിഞ്ഞല്ലോ. അതിപ്പോ ഇതേമാതിരി ഡിവോഴ്സ് ആയി പോയത് തന്നെയല്ലേ. പക്ഷെ എന്റെ ഒരു പെണ്ണുങ്ങളെ എന്റെ മാതിരി ഇങ്ങനെ ഒരു ഇത് എന്താണ് പറയാൻ പറ്റണില്ല. എന്തൊരു മാപ്പിളയും പെണ്ണുങ്ങളുമാണെന്നുള്ളത്. നിങ്ങക്ക് നിങ്ങളെ പ്രശ്നങ്ങൾ മാത്രല്ല നിങ്ങളത്. നിങ്ങളിങ്ങോട്ട് കൊറേ വാശിയും ദേഷ്യമൊക്കെ എടുത്ത് തീർക്കാൻ എന്തൊക്കെയോ പറഞ്ഞു കൂടണേ. ജി എന്റെ പെണ്ണുങ്ങൾ എങ്ങനെ നോക്കിയതൊന്നും എന്റെ മാപ്പിള എങ്ങനെ നോക്കണമെന്നുള്ളതൊന്നും നോക്കി നോക്കണേ. ഈ പേര 10 സെന്റ് സ്ഥലം 35-40 ലക്ഷത്തിന്റെ വീടും എന്റെ പേരില ആര് ചെയ്തു കൊടുക്കും? എന്റെ മാപ്പിള ആയതുകൊണ്ടാണ്. എന്റെ പേരിലാണ് മുതല് മുഴുവനും.
ഇങ്ങനെ ഞാൻ ഇടങ്ങാറായി നിൽക്കണമെന്നല്ല. ഞാൻ ഇടങ്ങാറായാണ് നിൽക്കുന്നത്, കഷ്ടപ്പെട്ടാണ് നിൽക്കുന്നത്. തിന്നാനില്ലേ, കുടിച്ചാനില്ലേ, ഒന്നും ബേജാറാകണ്ട. ഞാൻ നല്ലോണം കുടിച്ചാനും ഉണ്ട്, തിന്നാനും കൊടുക്കാനും ഉണ്ട്, ആവശ്യത്തിലേറെ ഫ്രീഡം ഉണ്ട്. അപ്പം ഇതൊന്നും ഞാൻ കണ്ടന്റ് ആക്കി വരണ്ട. ഞാൻ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ്, ഞാൻ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. ആ പേടി എന്തായാലും ചിലപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ പിന്നെയും പറയണുണ്ടാവും. കാരണം എനിക്ക് എന്നെ ഒരു ശീലമല്ല ഇതൊന്നും. എൻ്റെ പെണ്ണുങ്ങളെ വെച്ച് നോക്കാതെ കുറച്ച് കാലം ഇട്ടതിന്റെ ഇതിലാണ് എനിക്ക് സഹായിക്കേണ്ടി വന്നത്. പിന്നെ എന്റെ പൈസ കൊണ്ട് ഞാനോ എന്റെ മാപ്പിളെ കുട്ടിയാളോ ഒന്നും ജീവിച്ചിട്ടില്ല. കാര്യം മനസ്സിലാക്കണം. കാരണം എന്താ അങ്ങട്ട് സഹായിച്ചതാണ്. അപ്പൊ പൈസ കിട്ടുമ്പോ തിരിച്ചു തരും ചേച്ചും, ആ ഒരു ഇതേ ഉള്ളൂ. അപ്പൊ ഞാന് ഈ കാട്ടിക്കൂട്ടി ഇതാക്കുമ്പോ ആളുകളൊക്കെ വേറെ കണ്ണോട് കാണാണ്. ഒരു ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ടെന്ന് പറഞ്ഞാല് ഞങ്ങളൊരു പുറത്ത് പോയി ഫാമിലി ആയിട്ട് പുറത്ത് പോവുകയാണെന്ന് വെച്ചെങ്കിലും ആളങ്ങട്ട് പൈസ കൊടുക്കുക ചെയ്യാം, ഇങ്ങോട്ട് ഒരാളെയും കൊണ്ടും ചെലവാക്കിച്ചില്ല. പിന്നെ അതെങ്ങനെ ഉണ്ടാക്കണ് എന്നുള്ള ടെൻഷൻ എന്തായാലും അനക്ക് വേണ്ട, ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ല. അപ്പൊ ഈ എന്തായാലും അതിനെ കുറിച്ച് ടെൻഷൻ ആവണ്ട. ഇജ് എന്താണെന്നറിയോ, അവിടെ നിന്നിങ്ങാണ്ട് വീഡിയോ ഇടണം. അപ്പൊ എനിക്കറിയാം കൈ കിട്ടൂലെന്ന്. അപ്പൊ എന്തും പറയാ, വെറുതെ കച്ചറ ഉണ്ടാക്കി അടി കിട്ടാനുള്ളതോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളതിനുള്ളത് നിൽക്കരുത്. ഇത് ഞാൻ അവസാനമായിട്ട് ഞാൻ പറയാം. ഞാൻ എന്റെ ഭാഗമായിട്ട് ഞാൻ എന്നോടൊന്ന് പറഞ്ഞുതരാം. വേറൊരു ആൾക്കാരും കൂടെ ഇത് അറിയേണ്ട ഗതി വരുത്തുന്നില്ല. ഈ എത്രത്തോളം അപമാനിക്കണോ അതുകൊണ്ടാണ് പിന്നെ പ്രതികരിച്ചു വരുന്നത്. ഇത് ഇപ്പൊ പേരന്റെ അവസ്ഥ എടുക്കും, ആ ബാത്റൂമിന്റെ അവസ്ഥ എടുക്കണം, ആകെ അടികെട്ടായിലൊക്കെ പൊട്ടി ആകെ നിൽക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്റെ വീട് വന്ന് നമ്മളെ വീട് വന്ന് കാണണം. അപ്പൊ അറിയാം എന്റെ ബാക്കിക്കാരൻ ജിഞ്ഞ വീട് എന്ന് പറഞ്ഞാൽ അവിടെ പേരയില് കേൾപ്പിക്ക കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഐറ്റങ്ങൾ എങ്ങനെയാണ്, അത് എത്ര സൗകര്യത്തിലാണ് ഇറ്റങ്ങൾ ജീവിക്കണം എന്നുള്ളത്. എന്റെ അവിടുത്തെ ജീവിതം കണ്ടായിട്ടുള്ള നല്ല നല്ല നിലയിൽ ജീവിക്കുകയാണെന്ന് കരുതുന്നു. നമുക്ക് തന്നെ അന്നാണ് നയിച്ചുണ്ടാക്കി തന്നത് അവനാന്റെ ആരോഗ്യത്തിനുള്ളൊരു ജോലിയാണ്. അത് അന്നാന്ന് നയിച്ചുണ്ടാക്കി തന്നത് അവനാന്റെ ഒരു ഇത്. പക്ഷെ നിൽക്കണ ഒരു സൗകര്യം, അതൊരു വീടായാലും ചുറ്റുപാടായാലും എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണവരൊന്നും ഒന്ന് കാണണം നമ്മളെ പേരാണ്. അപ്പൊ പെരക്കാരെ കുറിച്ച് ചിന്തിക്കുക, ഓൽക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇത്തരം പരിപാടികളൊക്കെ നിർത്തി. ഞാനൊന്നും എന്റെ വീഡിയോ കാണുന്ന ആളല്ല. ഞാൻ എന്റെ വീഡിയോ കാണാൻ വരലില്ല, ഞാൻ എന്റെ ഒന്നിനും വരലില്ല. പറഞ്ഞ് മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയ കൂടെ ഇടല്ലേ, ഫോണില്ലേ, വേറെ മാർഗങ്ങളില്ലേ, വിളിക്കാൻ പറ്റൂലേ, വാട്സപ്പ് മെസ്സേജ് അയക്കാൻ പറ്റൂലേ, സംസാരിച്ച് തീർക്കും. അല്ലാതെ ഇതല്ല പറഞ്ഞു തീർക്കേണ്ട മാർഗം. എന്റെ പെണ്ണുങ്ങൾ വഴിയല്ല ഞാൻ എന്റെ മാപ്പിള പരിചയപ്പെട്ടു. എന്റെ പെണ്ണുങ്ങള് ഇതിൽ യാതൊരു മൂന്നാമതൊരാളല്ല. ഞാൻ എന്റെ മാപ്പിളിനെ കണ്ടത്, ഞാൻ എന്റെ മാപ്പിളിനൊപ്പം പോകുന്നത്, ഞാൻ എന്റെ മാപ്പിളയുള്ള കാര്യമാണ്. അതിന്റെ ഇടയിൽ എപ്പോഴാണ് എന്റെ പെണ്ണുങ്ങൾ കയറുന്നത്? എന്റെ പെണ്ണുങ്ങളാണ് പരിചയപ്പെടുത്തി തന്നത് എന്നുള്ളത് അത് തെറ്റായിട്ടുള്ളൊരു കാര്യം. അതിൽ ഉടുക്കാനില്ല, പൈസ ഇല്ല, വീടില്ല, താമസിക്കാൻ സൗകര്യങ്ങളില്ല. ഞാനാണെങ്കിലും പെരക്കാരാണെങ്കിലും എൻ്റെ ഇതും കൊണ്ട് ആകെ അടങ്ങാറായിരിക്കണം. ഇജും എൻ്റെ പെണ്ണുങ്ങളുള്ള പ്രശ്നമാണെങ്കിൽ അത് അങ്ങനെ തീർക്കുക. അല്ലാതെ ഇനിയും പെരക്കാരൊന്നും ഇതിക്ക് വെറുതെ എടുത്തിട്ടുണ്ട്. ഇജ് എന്തെങ്കിലും പറയുമ്പോൾ ഓലും എന്തെങ്കിലും പറയും. അപ്പൊ എന്താണെന്ന് അറിയുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അനക്ക് കണ്ടന്റിനും ജീവിക്കാനാണെങ്കിൽ വേറെ എത്രയോ വിഷയല്ലേ, അത് എടുത്തിട്ടോ. എങ്ങനെയുണ്ട് ഇപ്പോ? കേട്ടില്ലേ? ഇത് ഞാൻ പറഞ്ഞതല്ല, ഓന്റെ സ്വന്തം ചോരയെ പറയുന്നത്. ഓന്റെ ഉമ്മാക്കും ഉപ്പാക്കും ജനിച്ച ഓന്റെ സ്വന്തം ചോരയാണ് അവനെ കുറിച്ചിട്ട് പറയുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഷെരീഫ് പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളത്തരണ്ടോ? ഈ ഫാത്തി കാണിച്ചു കൂട്ടുന്നതും ഫാത്തി ചെയ്ത് കൂട്ടുന്നതും, ഈ ഫാത്തി കടം മേടിച്ച ഒരുപാട് പെണ്ണുങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടിക്കണു, ഷെരീഫെ ഇത്ര പൈസ എന്നെ പെട്ടു, ഇത്ര പൈസ എന്നെ പറ്റിച്ചു എന്നൊക്കെ. ഞാനതൊന്നും എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടില്ലല്ലോ, അത് ഒരു കൊടുത്തിട്ടല്ലേ എന്നുള്ള മൈൻഡില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ ഇപ്പോൾ അവന്റെ പെങ്ങളില്ലേ, അവന്റെ പെങ്ങളെ ഞാൻ എനിക്ക് മുമ്പ് അറിയൊന്നുമില്ല. പക്ഷെ അവന്റെ വീട്ടിൽ ഞാൻ പോയപ്പോൾ അന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മൾ 10 100 അങ്ങോട്ട് കൊടുക്കാം നമുക്ക് തോന്നുന്ന, അന്നൊന്നും നിങ്ങൾ ആരും വിശ്വസിച്ചില്ല അല്ലേ? ഇതൊക്കെയാണ് സംഭവം. ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ. ഇനി ഞാൻ ഈ വിഷയമായിട്ട് വരുന്നില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നല്ലാതെ എനിക്ക് അവന്റെ ഫാമിലി എങ്ങനെയാണെന്നോ അവനും ഫാമിലിനെ എങ്ങനെ നോക്കുന്നതെന്നോ അതൊന്നും എനിക്കറിയണ്ട. പക്ഷെ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, എന്താ അറിയോ,
എടാ 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 മുട്ടജില്ലാത്ത ഇജ്ജാണോ ചെറുകരലില്ലാത്ത എന്നെ കളിയാക്കാൻ വന്നിക്കണെന്നുള്ളത്. ഇതിലെവിടെ മുട്ടയില്ലാത്ത ഇത് ഷോൾഡർ തന്നെ അല്ല. പിന്നെ ഇപ്പൊ ഞാൻ എന്നെ കളിയാക്കണേ, നമ്മക്ക് എന്നെ കളിയാക്കുന്ന ഒരു കാര്യമല്ല. ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായില്ലേ കഥകള്. ഇനിയിപ്പോ എനിക്ക് ഇതിന് മറുപടി എന്താ പറയണ്ടാകുക അറിയോ? കുറേ തെറികള് അതോൻ പറഞ്ഞോട്ടെ. കാരണം എന്താ അറിയോ, ഉത്തരമില്ലാത്തവനാണ് തെറി പറയാ. അല്ലെങ്കിൽ ഓൻ മാന്യമായി പറയട്ടെ ഇതിങ്ങനെയൊന്നും അല്ല എന്നുള്ളത്. ഇതിപ്പോ ഞാൻ അയലോക്കക്കാരെ കൊണ്ടോ അവന്റെ വകയിലുള്ള ഒരു കുടുംബക്കാരെ കൊണ്ടോ ഒന്നും അല്ല പറയിപ്പിച്ചിരിക്കണത്. പറഞ്ഞിരിക്കണത് അവന്റെ സ്വന്തം ചോരെ. അപ്പോ അത് നുണയാണെന്ന് വിശ്വസിക്കുന്നവര് അങ്ങോട്ട് വിശ്വസിച്ചോ, പോയി സപ്പോർട്ട് ചെയ്തോ. ഓക്കെ എന്നാ ബൈ.